നിതിൻ രാജിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബത്തിന്റെ വാദം ശരിവെക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും തരണം ചെയ്യുമെന്ന് നിതിൻ സുഹൃത്തിനോട് പറയുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത്. നിതിന്റെ മരണം സംബന്ധിച്ച് പ്രിൻസിപ്പാൾ പറയുന്നത് കള്ളമാണെന്ന് സഹോദരി രാഖി ആരോപിച്ചു. മരണത്തിൽ വിശദാന്വേഷണം നടത്തണമെന്ന് വൈസ് ചാൻസലറോട് ഗവർണർ നിർദ്ദേശം നൽകി. അഞ്ചരക്കണ്ടി കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന് നേരത്തെയും സമാനമായ ദുരനുഭവം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിർണായകമായ ഒരു ശബ്ദരേഖയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. തൻ്റെ സുഹൃത്തിനോട് ഏതാനും നാളുകൾക്ക് മുമ്പ് നിതിൻ രാജ് തന്നെ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർച്ചയായ ദുരനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും ഡോക്ടർ എന്ന പേര് അല്ലെങ്കിൽ ഡോക്ടറായി ഇവിടുന്ന് പഠിച്ചിറങ്ങേണ്ടത് അത് മാത്രമാണ് തൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും താൻ അതിനെ നേരിടും, ഒരു കാരണവശാലും പിന്മാറില്ല, പിന്തിരിയില്ല എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രിൻസിപ്പളും HODമാരും നിനക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് DA എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് അറിയുന്നില്ല, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെൻ്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെയാണ്, ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കുന്ന ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. അതിനിടെ കോളേജ് മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിതിൻ രാജിന്റെ കുടുംബം വീണ്ടും രംഗത്തെത്തി. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് നടത്തുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. അതേസമയം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ കഴിഞ്ഞ ദിവസം നിതിൻ രാജിന്റെ ആര്യനാടുള്ള വസതിയിൽ സന്ദർശനം നടത്തി കുടുംബത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വൈസ് ചാൻസലർ കൂടിയായ മോഹൻ കുന്നുമ്മൽ ചാൻസലറും ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറിനെ ലോക് ഭവനിൽ നേരിൽ കണ്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ഭാഗമായി ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണ സംഘം നാളെ കോളേജിൽ പരിശോധന നടത്തും, സിറ്റിംഗ് നടത്തും. അതിനുശേഷം നിതിൻ രാജിന്റെ സഹപാഠികളിൽ നിന്നും കോളേജ് അധികൃതരിൽ നിന്നും മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മൊഴിയെടുത്തതിനു ശേഷം ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വകുപ്പ് തല നടപടികൾ ആരോപണ വിധേയരായ 2 അധ്യാപകർക്കെതിരെ ഉണ്ടാകുക എന്നാണ് സൂചന. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതിന്റെ അനിവാര്യത വൈസ് ചാൻസലറോട് ചാൻസലർ കൂടിയായ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.